ആപ്കി അദാലത്തിൽ ഭോജ്പുരി സിനിമയുടെ സൂപ്പർ സ്റ്റാർ ദിനേശ് ലാൽ യാദവ് നിറവയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു പ്രേം പൂജാരിയാണ് എന്നുള്ളതാണ്. നോക്കൂ, താങ്കൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു താങ്കൾ എത്ര വലിയ പ്രേം പൂജാരിയാണെന്ന്. ഗ്രാമത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയും താങ്കൾ പാടും. വീടിന്റെ ഭിത്തികളിൽ താങ്കൾ കരീഷ്മ കൗറിന്റെ ഫോട്ടോ ഒട്ടിക്കും. താങ്കൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷവും താങ്കളുടെ റെപ്യൂട്ടേഷൻ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കൊച്ചു പ്രായത്തിൽ പ്രേമമില്ലെങ്കിൽ പിന്നെ അതെന്താ പ്രായമെന്ന്. ചേട്ടാ, നിങ്ങൾ നോക്കണം, നമുക്ക് ഈ ജീവിതം കിട്ടിയത് ഒരു വട്ടമാണ് കിട്ടിയേക്കുന്നത്. ഇത് പിന്നെ കിട്ടുമെന്നും അറിയത്തില്ല ആർക്കും. പിന്നെ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞ് ദൈവം ഇങ്ങനെ പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. നോക്കിയാൽ നിനക്ക് എല്ലാം തന്നിട്ടുണ്ട് ഞാൻ. എന്തുകൊണ്ടാണ് നീ അങ്ങനെ തന്നെ തിരിച്ചു വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു ചാൻസും കളയത്തില്ല സാർ. ഞാനും ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും ചോദിക്കാൻ പോയാണ്, ആമ്പ്രപ്പാലിയോടൊപ്പം താങ്കളുടെ കണക്ഷൻ എന്താണ്? ശരി, ഇത് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇല്ലാത്ത കാര്യം പോലും ഉണ്ടെന്നൊക്കെ പറയുമല്ലോ. ഇതിനു മുമ്പ് ഞാൻ പാക്കിജിയുടെ കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് എത്രയോ സ്റ്റേജിലോട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസ് ഒക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചേട്ടാ ചേച്ചി വിളിച്ചോണ്ട് പോവാ, ചേച്ചി വിളിച്ചോണ്ട് പോവാന്നേ പറയത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് പകച്ചു പോയി നോക്കും, എന്തിനാ ഇവന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. നിങ്ങൾക്കറിയാവല്ലോ അവരുടെ സന്തോഷം ഇതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് കാണിച്ചാലും അത് മാറില്ല. പിന്നെ അമരപ്പാലിയുടെ കൂടെ സിനിമ അഭിനയിക്കുന്ന സമയത്ത് ആസിം ഘാട്ടിലോട്ട് പോകുന്ന സമയത്തായിരുന്നു ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നതൊക്കെ. ജനങ്ങൾ പറയും ദിനേശ് ലാൽ യാദവ് സിന്ദാബാദ്, അമരപ്പാൽ ചേച്ചി സിന്ദാബാദ് എന്നും. ഞാൻ പറയും നിങ്ങൾ എന്തിനാ വെറുതെ ഒരാളുടെ ജീവിതം കളയുന്നതെന്നൊക്കെ. എനിക്ക് കല്യാണം, എന്റെ കല്യാണം കഴിഞ്ഞതാ, എനിക്ക് 2 പിള്ളേരും ഉണ്ടെന്ന്. എന്ത് ഭംഗിയുള്ള ഹീറോയിൻ അവർ കല്യാണം കഴിക്കുവാണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ അവർ കല്യാണം കഴിക്കാൻ പോകുന്നു. നിങ്ങൾ എന്തിനാ വെറുതെ ബലം ഉപയോഗിച്ചോ സംസാരം ഉപയോഗിച്ചോ അവരൊരു ചേട്ടത്തേമ്മയാക്കാൻ നോക്കുന്നത്? പക്ഷേ സാർ എന്ത് ചെയ്യാനാ, അവരുടെ ഒപ്പമാണ്. ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നിറവയോടൊപ്പമുള്ള താങ്കളുടെ റിലേഷൻഷിപ്പ് എന്താണ്, എന്ത് ബന്ധമാണ് ഉള്ളത്, താങ്കളുടെ വിവാഹം കഴിഞ്ഞു? അതിനവർ തന്ന ഉത്തരം കേൾക്കുക, നിറവയുടെ അഫെയർ. ഇതിനേക്കാളും നല്ല കാര്യം വേറെ എന്താ ഉള്ളത്? അവരെന്താ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ നല്ലൊരു പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ അപ്പോ കല്യാണം കഴിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഗംഗയെ കുളിച്ചതുപോലെയാണെന്ന്. സാർ, ഇന്ന് നമ്മൾ ആപ്കി അദാലത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ജഡ്ജ് മാം ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറിയ റൂൾ ഉണ്ടാക്കൂ. ഒരു വൈഫും 2 പിള്ളേരും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കഴിച്ചേക്കാം. കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ താങ്കളുടെ കല്യാണ ഫോട്ടോയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില ഫോട്ടോകൾ ജനങ്ങൾക്ക് ഒരു തെളിവിന് വേണ്ടി ഞാൻ കാണിക്കാൻ പോവുകയാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരു ചേട്ടത്തിൽ നിന്നുള്ള വിചാരം വരുമെന്നാണ് തോന്നുന്നത്. കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും എന്തോ കണക്ഷൻ ഉള്ളതായിട്ടാണ് ഫോട്ടോ ഇട്ട ആൾക്കാർ പറയുന്നത്. എല്ലാ സിനിമയിലും ഒരു കല്യാണ സീൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതിന്? 2 കാര്യത്തിൽ എൻ്റെ അമ്മയെ ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യപ്പെടും സാർ. ഞാൻ ഗ്രാമത്തിലോട്ട് പോകുന്ന സമയത്ത് അവർ വിളിക്കും, ഇങ്ങോട്ട് വാ പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്, ഇല്ലല്ല നീ ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വിളിച്ചിരുത്തിയിട്ട് പിടിച്ചോളൂ അവർ. എന്നിട്ട് ഓടിക്കാണ്ട് ഒരു കാര്യം പറഞ്ഞേ, അവളുടെ ഒപ്പം നിനക്ക് കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ എന്തിനാ മറ്റുള്ള സിനിമയിൽ നീ അവൾക്ക് വേണ്ടി വഴക്കിടുന്നത്? ഒന്നുകിൽ ഇവിടുന്ന് ചോര വരും, ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പറ്റിയിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കും. നിന്റെ കൊച്ചു പ്രായം തൊട്ട് നിന്നെ വല്ലാണ്ട് കഷ്ടപ്പെട്ടാ ഞങ്ങൾ വളർത്തിയെടുത്തേ, അറിയാവോ? അതെ മേ, അതൊക്കെ ഒരു കഥയല്ലേ. ഡൂപ്പെന്ന് വെച്ചാൽ ഒരു വട്ടത്തിന് സാരമില്ല, പക്ഷെ എന്തിനാ പിന്നെ അത് തന്നെ ചെയ്യുന്ന നീ? ശരി അമ്മ, എന്നോട് ക്ഷമിക്കേ, ഞാൻ അടുത്ത വട്ടം കല്യാണം വെക്കുന്നല്ല മറ്റെല്ലാ സീനും ഞാൻ വെച്ചോളാം ഞാൻ പറഞ്ഞു. പക്ഷേ എല്ലാ സിനിമയിലും കല്യാണം നടക്കുന്നുള്ളത് സത്യമായിരിക്കാം. ഒരുപക്ഷെ ആ ഫോട്ടോ അങ്ങനെയുള്ളതായിരിക്കാം. പക്ഷേ താങ്കൾ അയോധ്യയിലേക്ക് പോയി ശ്രീരാമനെ ദർശനം ചെയ്തിട്ട് വരുമ്പോൾ ഇതുപോലെ ആരെങ്കിലും താങ്കളോടൊപ്പം ഉണ്ടെങ്കിൽ? കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ഈ സിനിമ ഹീറോയിൻ്റെ ഒപ്പം ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഹീറോയിൻ്റെ ഒപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഷോയ്ക്ക് പോവുകയാണെങ്കിൽ, അതെങ്ങാനും വഴിപാട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ ആ വഴിയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാനും കൂടെ വന്ന് ദർശിച്ചോട്ടെ എന്നും
അല്ല അപ്പച്ചെന്ന് ഞാൻ എങ്ങനെ പറയാനാണ്? രാമനെ ഞാൻ തരിച്ചു പോയി ദർശിച്ചോളാം, നിങ്ങളൊന്നും വേണ്ടെന്ന്. ഞങ്ങൾ ഒരുമിച്ച് പോവും. മറ്റേ ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ശരിക്കും ചേർന്ന് പോകുന്ന പോലെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. താങ്കൾ അത്രയ്ക്ക് സത്യസന്ധനൊന്നും അല്ല. ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ അറിയാനിടയായി. റാം ഭദ്രാചാരി, അദ്ദേഹം ഒരു സന്യാസിയാണ്, ഒരു സാധു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി താങ്കൾ പോയ സമയത്ത് അദ്ദേഹം താങ്കളോട് ചോദിച്ചു, അമ്രാപാലി താങ്കളുടെ സഹോദരിയാണോ എന്ന്. സത്യമാണോ അത്? അതിന് താങ്കൾ എന്താ പറഞ്ഞു വെച്ചാൽ ഇല്ലല്ല, ഇപ്പൊ എന്റെ ഭാര്യയായി കഴിഞ്ഞു എന്ന്. പറയാം, പക്ഷെ അതിനുമുമ്പ് ഒരുപാട് പ്രശ്നമുണ്ട്. ബാബേനെ കാണാനായിട്ട്, ബാബേനെ ദർശിക്കാനായിട്ട്, ബാബ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോയതിനു ശേഷം വാ നിരോ വാ വാ വാ, നിനക്ക് സുഖമല്ലേ മക്കളെ? ഞാൻ പോയതും കാലെ തൊട്ട് വന്ദിച്ചിട്ട് ബാബ എൻ്റെ അടുത്തപ്പോ ഇത് നിന്റെ അനിയത്തിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ബാബയുടെ അടുത്ത് കളിച്ചു, അല്ല ഇതെന്റെ അനിയത്തിയല്ല, ഇതെന്റെ ഭാര്യയാണെന്ന് ഞാനും പറഞ്ഞു. ഒരുപക്ഷെ അവരെന്റെ ഗുരുവാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ശരിക്കും അറിയാൻ പറ്റും. അദ്ദേഹം ഇതാണ് പറഞ്ഞത്, ഞാൻ രാമനെയും ശരിക്കും കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ 35 സിനിമയില് എന്റെ ഭാര്യ അഭിനയിച്ചത് നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലേ? ഈ ഒരു സിനിമയില് എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചത് നിങ്ങൾ ഇതുവരെ കണ്ടു കാണത്തില്ല. അപ്പൊ ഞാൻ എന്റെ അനിയത്തിയാന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കളിപ്പിച്ചോണ്ടിരുന്നു. നമ്മുടെ ജഡ്ജിക്ക് താങ്കളോട് എന്തോ ചോദിക്കണോ? ധാരാളമായിട്ടും. ഇവിടെ നോക്കിയാൽ പാട്ടിനെയും സംഗീതത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ താങ്കളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഏത് പാട്ട് മൂലമാണോ താങ്കൾക്ക് പെരുമയുണ്ടായത് അത് നിങ്ങൾ പാടിയിരിക്കുന്നു. പക്ഷേ ശിവരാത്രി സമയത്ത് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ കുട്ടികൾ സ്റ്റേജിൽ വളരെയധികം പാടിയിട്ടുണ്ട്. അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ പാടണം. ഈ പാട്ട് ഞാൻ ആ സമയത്ത് പാടിയതാണ്. इलाहाबाद से मैं हमार पतो कैले बा, अजब से आइल बाई घरवा में कोह कैले बा. സോ അതിനുള്ളൊരു ഉത്തരവുണ്ട്. कि एही तरह पेच हमार धैले रहलू तू, उहे करेले पतोहिया जवन कैले रहलू तू. സോ ഇത് ആ സമയത്താണ്. ഇപ്പം ഞാൻ ഗ്രാമത്തിലോട്ട് പോയാലും അമ്മമാരെയോ കൊച്ചുങ്ങളെയോ അല്ലെങ്കിൽ സഹോദരിമാരെ നോക്കുന്ന സമയത്ത് അവർ പറയുന്നത് പഠിച്ച പെണ്ണുങ്ങൾ വേണ്ടെന്നൊക്കെ. ഇതിനു മുമ്പ് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കത്തില്ല, അവർ ശരിയായിരിക്കത്തില്ല, പ്രശ്നമായിരിക്കും എന്നൊക്കെ. പഠിച്ച പെണ്ണുങ്ങൾ അവർക്ക് എല്ലാവർക്കും വെറുപ്പായിരിക്കും. ആർക്കാ വെറുപ്പെന്ന് വെച്ചാൽ അമ്മായിയമ്മയ്ക്ക്. പക്ഷേ ഇന്ന് അതേ ജനങ്ങളുടെ ചിന്താഗതി മാറി. മഹിളാ ഇലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ कि बेटा के जैसे पतोहियों के पढ़ावल जाई हो, बेटा के जैसे पतोहियों के पढ़ावल जाई हो, अब तो लोकसभा पतोहियों के लड़ावल जाई हो. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ജഡ്ജി മാഡത്തിനോട് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. മാലിന്യാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം ഭോജ്പൂരി ഇൻഡസ്ട്രിയിൽ വളരെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഛഠ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയ വളരെ നന്നായിരിക്കും. ജഡ്ജി മാഡം, ഇത് ജനങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് താങ്കൾ ഒരു പാട്ട് പാടണം. ഛട്ടിന്റെ പാട്ടുകൾ പാടാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പാടണം. ആ അമ്മയെ വണങ്ങിയിട്ട്. പക്ഷേ അതിനു മുമ്പൊരു കാര്യമുണ്ട്. നമ്മുടെ അമ്മയുടെ ഒരു വലിയ ഭക്തയുണ്ടായിരുന്നു, സ്വർഗീയ ശാരദ അവർകൾ. അവരിപ്പോ ഈ ലോകത്തില്ല, എന്നാലും ഞാൻ അവരെ സ്മരിക്കുന്നു. പിന്നെ അവരോട് ആത്മാവിന് ശാന്തി ലഭിക്കണം. ചോദിച്ചോളൂ. हरि का चही बांस के बहंगिया, बहंगी लचकत जाए, बहंगी लचकत जाए. हरि का चही बांस के बहंगिया, बहंगी लचकत जाए, बहंगी लचकत जाए. अरे होई ना बलम जी का गरिया, अरे होई ना बलम जी का गरिया, बहंगी घाटे पहुँचाए, बहंगी घाटे पहुँचाए. तू हरी जे बानी छठी मैया, अरे तू हरी जे पानी छठी मैया, बहंगी उन के जाए, बहंगी घाटे
पहुँचाए बहंगी लचिकत जा